രണ്ടോ മൂന്നോ ഉരുള് പൊട്ടിയെന്നാണ് പറയുന്നത്. തീക്കോയി വാഗമണിലൊക്കെ ഉരുള് പൊട്ടിയെന്നാണ് പറയുന്നത്. പെട്ടെന്ന് വെള്ളം വന്ന് കയറുമായിരുന്നു. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഹോസ്റ്റലിലാണെങ്കിൽ നിറയെ രോഗികളും കിടപ്പുണ്ട്. പാമ്പ് കടിച്ചവരും താഴ്വാദം തളർന്ന് കിടക്കുന്നവരെല്ലാം ഉണ്ട്. ഒരു വിധത്തിൽ രോഗികളെ മുകളിൽ കയറ്റി, മുഴുവൻ ആൾക്കാരെ മുകളിൽ കയറ്റി. അപ്പോഴത്തേക്കും വെള്ളം വന്ന് അറിഞ്ഞു. ഒരു പ്രളയത്തിന് ഒരു തവണ വെള്ളപ്പൊക്കത്തിന് ഇതുപോലെ വന്നു. പക്ഷേ ആ വെള്ളം പെട്ടെന്ന് ഇറങ്ങിപ്പോയി. ഇപ്പോഴത്തെ പ്രതിഭാസം പറയുന്നത് പോകുന്നില്ല. ഇന്നലെ രണ്ടുപേര് വൈകിട്ട് വന്നതിൽ ഒരാൾ തീരെ അവശതയായിപ്പോയി. എന്തായാലും അത് ഗതികേട് എന്താ വെച്ചാൽ ഈ എമർജൻസി മെഡിസിൻസ് ഒരു ഒഴുക്കിൽപ്പെട്ട് പോയില്ലേ. അപ്പോൾ നമുക്കിത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ പാടില്ല, സ്റ്റോറിലും കാണാനില്ല. മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയർന്നതോടെ പാലാ ടൗണും വെള്ളത്തിലാണ്. പാലാ നഗരത്തിൻ്റെ താഴ്ന്ന പ്രദേശങ്ങൾ മൂന്നാനി മേഖലയിലാണ് 2 ദിവസമായി വെള്ളത്തിലായത്. ഈ മൂന്നാനി മേഖലയിലൊക്കെ കഴിഞ്ഞ ദിവസം വെള്ളം ഇറങ്ങിയതാണ്. എന്നാൽ ഇന്നലെ രാത്രി വീണ്ടും വെള്ളം വരികയാണ്. ഒരാൾ പൊക്കത്തിന് മുകളിലാണ് ഇപ്പോൾ വെള്ളം കയറിയിരിക്കുന്നത്. നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലുമൊക്കെ വെള്ളം കയറി വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഏതായാലും വലിയ ദുരിതം തന്നെയാണ് ഈ പാലായിലുള്ള ആളുകൾ അനുഭവിക്കുന്നത്. ഈ മൂന്നാനി ഭാഗത്തു നിന്നും പാലായിലേക്ക് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. അവിടേക്ക് കടന്നു പോകാൻ കഴിയാതെ ഇതുവഴി വരുന്ന വാഹനങ്ങളൊക്കെ തന്നെ തിരിച്ചു പോകുന്ന കാഴ്ചയാണ്. ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ തിരിച്ചു പോകുകയാണ്. പിന്നീട് അങ്ങോട്ട് ചെന്നാൽ പാലാ ടൗണിന്റെ താഴ്ന്ന പ്രദേശം പൂർണ്ണമായും വെള്ളത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഇത്തവണ വലിയ വെള്ളപ്പൊക്കം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. മുൻകാലങ്ങളിലൊന്നും ഇല്ലാത്ത ഒരു വെള്ളപ്പൊക്കം തന്നെയാണ് പാലാ നേരിടുന്നതെന്നാണ് ജനങ്ങളൊക്കെ തന്നെ പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് മൂന്നാനിയിലുള്ള ഒരു കരുണ ആയുർവേദ ഹോസ്പിറ്റലിന്റെ മുൻപിലാണ്. ഇതിനുള്ളിലും വെള്ളം കയറിയിട്ടുണ്ട്. അവർ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയാണ്. നമുക്ക് ചോദിക്കാം. മുഴുവനായും ഇവിടെ വെള്ളം കയറിയില്ലേ? ശനിയാഴ്ച വെളുപ്പിന് തുടങ്ങി, ഞായറാഴ്ച രാത്രി ശനിയാഴ്ച വെളുപ്പിന് 3 മണിയോട് കൂടിയിട്ട് വെള്ളം കയറി. നമുക്ക് ഒരു പ്രതീക്ഷയില്ലായിരുന്നു. അന്ന് പകൽ വരെ സ്മൂത്തായിരുന്നില്ല, കാര്യങ്ങളൊന്നും കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരുന്ന. രാത്രിയിൽ കുറേയേറെ മഴ പെയ്തു. പിന്നെ രണ്ടോ മൂന്നോ ഉരുള് പൊട്ടിയെന്നാണ് പറയുന്നത്. തീക്കോയി വാഗമണിലൊക്കെ ഉരുള് പൊട്ടിയെന്നാണ് പറയുന്നത്. പെട്ടെന്ന് വെള്ളം വന്ന് കയറുമായിരുന്നു. ഒരു 2:30 ആയപ്പോഴത്തേക്കും ആറ്റിൽ വെള്ളം പോകുമെന്ന് പറഞ്ഞ് നമുക്ക് മെസ്സേജ് വന്നു. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഹോസ്റ്റലിലാണെങ്കിൽ നിറയെ രോഗികളും കിടപ്പുണ്ട്. പാമ്പ് കടിച്ചവരും താഴ്വാദം തളർന്ന് കിടക്കുന്നവരെല്ലാം ഉണ്ട്. ഒരു വിധത്തിൽ രോഗികളെ മുകളിൽ കയറ്റി, മുഴുവൻ ആൾക്കാരെ മുകളിൽ കയറ്റി. അപ്പോഴത്തേക്കും വെള്ളം വന്ന് അറിഞ്ഞു. ഫാർമസിയും ഷോപ്പും എല്ലാം പോയി. ഫാർമസി ഉണ്ടായിരുന്ന മെഡിസിൻസ്, നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ എല്ലാം പോയി. ഒന്നും കിട്ടിയിട്ടില്ല. അത് ഒരു നില മുഴുവൻ വന്നുള്ളൂ. ഒരു നിലയുടെ ഒരു പകുതിയോളം, ജനലിൻ്റെ പകുതി വരെ വെള്ളം കയറി. അത്രയും കഴിഞ്ഞ പ്രളയത്തിന് ഒരു തവണ വെള്ളപ്പൊക്കത്തിന് ഇതുപോലെ വന്നു. പക്ഷേ ആ വെള്ളം പെട്ടെന്ന് ഇറങ്ങിപ്പോയി. ഇപ്പോഴത്തെ പ്രതിഭാസം പറയുന്നത് പോകുന്നില്ല. ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി ആയപ്പോഴത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ നോർമലി ഇന്നലെ രാവിലെ നേരം വെളുക്കുമ്പോൾ തീരണ്ട, പക്ഷേ തീർന്നില്ല. ഇന്നലെ സന്ധ്യ ആയപ്പോഴത്തേക്കാണ് വെള്ളം ഒരു ഇത് ഇറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ ഇന്നലെ രാത്രിയിലെ മഴയ്ക്ക് വീണ്ടും വെള്ളമായി. ഇന്നും രാവിലെ മുറ്റത്തെല്ലാം വെള്ളമായിരുന്നു. ഒന്നും ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളൊരുമാതിരി പാടമൊക്കെ കാള പൊട്ടിയിടുകയില്ലേ, അതുപോലെ റൂം മുഴുവൻ കിടക്കുന്നു. ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി, ഒരുപാട്. അപ്പം ഞങ്ങൾക്ക് മാത്രമല്ല, ഈ പ്രദേശത്ത് മുഴുവൻ സംഭവിച്ചിട്ടുണ്ട്. ഈരാറ്റുപേട്ടയൊക്കെയാണ് ചരിത്രത്തിൽ ആൾക്കാരുടെ ഓർമ്മയിൽ ഒരിക്കലും ഇത്രയും വെള്ളം പൊങ്ങിയിട്ടില്ല എന്നാണ്. ബസ് സ്റ്റാൻഡിനകത്തുള്ള കടകളെല്ലാം നശിച്ചുപോയി. ഇത്രയും ഒരിക്കലും ഒരു ദുരിതം ഉണ്ടായിട്ടില്ല. വെള്ളം ഇതിൽ കൂടുതൽ വന്നിട്ടുള്ള സന്ദർഭമുണ്ട്. പക്ഷേ ഇതുപോലെ നഷ്ടം വന്നില്ല. നമുക്ക് കുറച്ചൊരു കരുതൽ എടുക്കാൻ പറ്റിയിരുന്നു. ഇത് പക്ഷെ ഒരു മുൻകരുതലും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. വിഷചികിത്സയ്ക്കൊക്കെ ആളുകൾ ഇപ്പോഴും എത്തുന്നുണ്ട്. ഉണ്ട്. ഇന്നലെ രാത്രിയിലും മിനിഞ്ഞാന്ന് രാത്രിയിലും ഒക്കെയാണ്, സന്ധ്യ ആയപ്പോഴൊക്കെ ഒരുവിധം ആൾക്കാർ വെള്ളത്തിൽ നീന്തി കൊണ്ടുവരിക. ഇന്നലെ രണ്ടുപേര് വൈകിട്ട് വന്നതിൽ ഒരാൾ തീരെ അവശതയായിപ്പോയി. എന്തായാലും അത് ഗതികേട് എന്താ വെച്ചാൽ ഈ എമർജൻസി മെഡിസിൻസ് ഒരു ഒഴുക്കിൽപ്പെട്ട് പോയില്ലേ. അപ്പോൾ നമുക്കിത് എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ പാടില്ല, സ്റ്റോറിലും കാണാനില്ല. അതുകൊണ്ട് കുറേയേറെ ഇന്നലെയൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു. നമ്മൾ ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും സ്ട്രെയിനായിപ്പോയി. ഇന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നുള്ളൂ. ആ അവസ്ഥയിലായിപ്പോയി എല്ലാവരും. സ്റ്റാഫും കുറവല്ല, ആർക്കും എത്തിപ്പെടാൻ പറ്റുന്നില്ല ജോലിക്കാർക്ക്. അതുകൊണ്ട് ഞങ്ങളൊരു 2-3 പേര് വെച്ചിട്ടാണ് ഈ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. എത്ര രൂപയുടെ മരുന്നുകളൊക്കെ നഷ്ടമായെന്നുള്ളൊരു കണക്ക് നമുക്ക് എങ്ങനെ പോയാലും ഒരു 5-6 ലക്ഷം രൂപയുടെ മരുന്നുകൾ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമ്മൾ കുറേ അവിടെ ഇവിടെ കിടന്ന് പുറമേ നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി അതെല്ലാം സംഭരിച്ചിട്ട് നോക്കണം. വാഹനം ഒരു കാറ് കംപ്ലീറ്റ് പോയി. ഒന്ന് ഞാൻ വലിയ വാഹനം ഉണ്ടായിരുന്നു, XUV ഉണ്ടായിരുന്നത്, വെള്ളം കയറി ഗേറ്റിൻ്റെ അവിടെ കടന്നു. അന്നേരം ഡ്രൈവർ ഇവിടെ ഉണ്ടായിരുന്നു. അയാൾ പെട്ടെന്ന് ഇറക്കിക്കൊണ്ട് പോയി, വെള്ളം കയറാതെ രക്ഷിച്ചു. ഒരു സ്കൂട്ടർ ഒരു കാറും പോയി. ദുരിതം തന്നെയാണ്. കനത്ത ദുരിതം. ഞാൻ പറഞ്ഞത് നമുക്ക് മാത്രമല്ല, നാട്ടിൽ മൊത്തം ഒരുപാട് പേർക്ക് ഒരുപാട് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇല്ലില്ല, വണ്ടികളൊന്നും ഓടുന്നില്ല. അപ്പോൾ ശനിയാഴ്ച വെള്ളിയാഴ്ച രാത്രി വണ്ടി ഓടിയാ. പിന്നെ ഇന്നലെ വൈകുന്നേരം വലിയ വണ്ടികൾ പോയി. അത് പക്ഷേ അപ്പോഴും തന്നെ നിൽക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് കോഴിക്കോടുണ്ട്,
ഇത് ഒന്നിനും ഒരു തീറ്റ കൊടുക്കാൻ പോലും പറ്റില്ല. ഇനിയിപ്പോൾ ചെന്ന് നോക്കുമ്പോൾ അറിയാം എത്രയാണ് അവശേഷിക്കുന്നതെന്ന് അറിയത്തില്ല. ഉപകരണങ്ങളൊക്കെ കമ്പ്യൂട്ടർ അങ്ങനെയുള്ള ഉപകരണം കമ്പ്യൂട്ടർ, പ്രിൻ്റർ അതെല്ലാം പോയി. ഇനിയിപ്പോൾ അത് റിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഒരുപാട് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. വിഷ ചികിത്സയ്ക്കായി ആളുകൾക്ക് ഈ വെള്ളത്തിൽ കൂടിയാണെങ്കിലും വള്ളത്തിലൊക്കെ വരുന്നുണ്ട്. വള്ളമില്ല, ഈ പ്രദേശത്ത് വള്ളമില്ലല്ലോ. നീന്തി എടുത്തോണ്ട് ആൾക്കാർ നീന്തിയൊക്കെ കൊണ്ടുവരുന്നത്, പുറത്ത് കയറ്റിക്കൊണ്ട് വരുന്ന വരുന്നത് കണ്ടു. അങ്ങനെ നീന്തി കൊണ്ടുവരികയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് ആർക്കും ഒരു കുഴപ്പവും പറ്റിയില്ല. മറ്റേ കിടന്ന ആൾക്കാരുടെ ട്രീറ്റ്മെൻറ്റുകളൊക്കെ മുടങ്ങി എന്നുള്ളൂ. പക്ഷേ ചികിത്സയിൽ ഒരു കുഴപ്പവും സംഭവിച്ചില്ല. ഇന്നും ഉണ്ടായിരുന്നു ആൾക്കാർ. ഈ വെള്ളം കയറിയ സ്ഥലങ്ങളിലൊക്കെ ഈ വീടുകളിലൊക്കെ ഈ പാമ്പ് കയറുന്നുണ്ടേ. അപ്പം അത് ഇപ്പം ആ സമയത്ത് പാമ്പ് കടിച്ചാൽ എന്താണ്? ഉണ്ട്. ഞങ്ങൾക്ക് ഇവിടെ ഇതിനകത്തുണ്ടായിരുന്നു കുറേ പാമ്പുണ്ടായിരുന്നു. കുറേ ഞങ്ങൾ എടുത്തുകൊണ്ട് വിട്ടു. ഞങ്ങൾ പൊതുവേ പാമ്പുകളെ കൊല്ലാറില്ല. അപ്പോൾ 2-3 ഒരു ഞാൻ അറിയാതെ തല്ലി കൊന്നെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് കൊല്ലാൻ നിയമമില്ല. ഒരുപാട് പാമ്പുണ്ട്, ഒത്തിരി പാമ്പ് കയറും. വലിയ അപകടമാണ് ഈ വെള്ളത്തിനുള്ളിൽ. പിന്നെ വിഷപ്പാമ്പുകളല്ലേ വരുന്നത്. ഈ മലമ്പ്രദേശത്തുനിന്നൊക്കെ വരുന്ന നല്ല വിഷമുള്ള പാമ്പുകളാണ് വരുന്നത്. വളരെ സൂക്ഷിക്കേണ്ടതാണ്. വളരെ സൂക്ഷിക്കുക. ആൾക്കാരെല്ലാം ഈ ക്ലീനിങ് ടൈമിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ് പാമ്പുകൾ. ഈ വിഷചികിത്സയ്ക്കായി പ്രധാന ചികിത്സ നടത്തുന്ന ഒരു ഹോസ്പിറ്റൽ കൂടിയാണ് കരുണ ഹോസ്പിറ്റൽ. എന്നാലും ഇപ്പോഴും ഇവിടേക്ക് ആളുകൾ ഈ വെള്ളത്തിനുള്ളിലൂടെ കൂടെ നീന്തിയൊക്കെ എത്തുന്നു എന്നാണ് പറയുന്നത്. അപ്പോഴും അദ്ദേഹം അവിടെ ചികിത്സ നൽകാൻ തയ്യാറാണ്. എന്നാൽ ഒരുപാട് മരുന്നുകളൊക്കെ ഇവിടെ നശിക്കുകയും ചെയ്തിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടായെന്നാണ് പറയുന്നത്.